ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുറിക്കകത്തൊന്നും CCTV ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിലേ കാശെടുത്ത ആളെ കൈയോടെ പിടികൂടായിരുന്നു. പറഞ്ഞത് എന്നെ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. നോ ഡൗട്ട് രാജു, ക്യാഷ് ആരോ മോഷ്ടിച്ചതാ. രാജുനെ കള്ളനാക്കാൻ വേണ്ടി. മാഡം എന്തായി പറയുന്ന? ഞാൻ പറയുന്നത് സത്യ. മാഡം, ഞാനിനി എന്ത് ചെയ്യും? വർമ്മ സാറിനോട് ഞാൻ എന്ത് പറയും? അഴിമതിരഹിതമായ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായത് തന്നെ വർമ്മ സാറിന്റെ ഭാഗ്യമാണ്. അതെന്തായാലും സത്യമാ. സാറിനെ പറ്റി ശത്രുക്കൾക്ക് പോലും ഒരു കുറ്റം പറയാനില്ല. അതെ അതെ. ഏതൊക്കെ ശത്രുക്കൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പതറേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ മനസാക്ഷി പറയുന്ന അനുസരിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. ആ പണം അവർക്ക് കൊടുത്തേക്ക് രാജു. അത് സാർ, കരിങ്കള്ളൻ രാജു നാണം കെട്ടി ഇപ്പൊ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഇവന്റെ കരണക്കുറ്റി നോക്കി അമ്മാവനൊന്ന് പൊട്ടിക്കുന്നത് എനിക്കൊന്നൊന്ന് കാണണം. അല്ല, എന്താ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? കുറവോ? നീ എന്തായി പറയുന്നേ? എന്താ പ്രതാപം പറയുന്നേ? കാശ് കാണാത്ത കാര്യം ഈ നിൽക്കുന്നവര് കൂടി അറിയണം. എന്നാലേ ഇവനെ പബ്ലിക്കായി നാണം കെടുത്താൻ പറ്റൂ. പ്രതാപ, എന്താ പ്രശ്നമെന്ന്? അത് എന്താ കാര്യം? കാര്യം ഞാൻ പറയാം. തൽക്കാലം ഇവരെ വിട്ടേക്കാം. രാജു, തൽക്കാലം ആ പണം അവർ കൊടുത്തേക്ക്. ഇതിപ്പോ 40 ഉള്ളൂ. 10 പെട്ടെന്ന് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തു. അത് നാളെ രാവിലെ രാജു ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് തരും. ശരി സാർ, താങ്ക് യു വെരി മച്ച്. ആയിക്കോട്ടെ. ഇവനെല്ലാം കളഞ്ഞു കുളിച്ചല്ലോ. എന്നാ വർമ്മ സാറേ, ഞങ്ങൾ ഇറങ്ങട്ടെ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ശരി സാറേ.
നീ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടല്ലോ. എന്താ അത്? ഈ തറവാടിന്റെ അന്തസ്സ് തകരാതിരിക്കാൻ വേണ്ടിയാ ഞാനത് അവരുടെ മുമ്പിൽ വെച്ച് പറയാതിരുന്നത്. എന്താ വിഷയം? രാജു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പൈസയിൽ നിന്ന് 10 ലക്ഷം രൂപ കാണാനില്ല. ലക്ഷം രൂപ കാണാനില്ലെന്നോ? എങ്കിലേ ആ പൈസ സൂക്ഷിച്ച ആളെന്നെ ഉത്തരം പറയേണ്ടി വരും. മറ്റാരെടുക്കാനാ? സൂക്ഷിച്ച ആള് തന്നെ അത് അടിച്ചു മാറ്റി കാണും. അല്ല, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? പ്രത്യേകിച്ചെന്തു പറയാനിരിക്കുന്നു. കാശെടുത്തതേ രാജു തന്നെ ആയിരിക്കും. രാജു അങ്ങനെ ചെയ്യില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. മുറിക്കകത്തൊന്നും CCTV ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിലേ കാശെടുത്ത ആളെ കൈയോടെ പിടികൂടായിരുന്നു. പറഞ്ഞത് എന്നെ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും എന്നെ വലിച്ചടക്കരുത്. എനിക്കാരുടെ പണമൊന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനത്തെ വൃത്തിയോട് കാണിക്കുന്നവനുമല്ല. പിന്നെ ആ ക്യാഷ് അവിടെ പോയി. കുഞ്ഞമ്മാവ, ഞാൻ ചെയ്യാത്ത കാര്യമൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. ശേഖരൻ എന്തിനാ എന്റെ മോന്റെ നേരെ വരുന്നേ? ദീപക്ക് കാശെടുക്കുന്നത് നീ കണ്ടോ? പണം സൂക്ഷിച്ചു വെച്ചത് രാജുവാണ്. അതെവിടെയാണ് വച്ചിരുന്നെന്നും രാജുവിന് മാത്രമേ അറിയൂ. അലമാരയിലാണ് രാജു പണം വെച്ചിരുന്നെങ്കിൽ അതിന്റെ കീയും രാജുവിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതെ, രാജു വെച്ചിരുന്ന ക്യാഷ് ദീപക് എങ്ങനെ എടുക്കും? വെറുതെ എന്തിനാ ദീപകിനെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തുന്നേ? അല്ല, ഇത്തരം കലാപരിപാടികളിൽ എക്സ്പെർട്ട് അല്ലേ ഇവൻ? അതുകൊണ്ടാ മോളങ്ങനെ സംശയിച്ചത്. കുഞ്ഞമ്മാവ, അകലെ